ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ് BTC ബിറ്റ്സിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ ലസാസ കോയിൻ വാലറ്റിലേക്ക് പേ ഔട്ട് കൊടുക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഇന്നലെ 20% ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് 25% ചെയ്യാമെന്നായിരുന്നു ഫസ്റ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുവരെ കാത്തിരിക്കുകയാണ് അത് ശരിയാവാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പോൾ 25% ഇപ്പോൾ കൊടുക്കാവുന്നതാണ്. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ഈ വാലറ്റിൽ എത്രയാണോ ബാലൻസ് ഉള്ളത് ആ ബാലൻസിൽ നിന്ന് 25% നമുക്ക് പേ ഔട്ട് റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ. അതുപോലെ $200 $100 അക്കൗണ്ടുകളല്ല, അതായത് നമ്മുടെ ടോട്ടൽ ഈ വാലറ്റിൽ $200 താഴത്തേക്കാണെങ്കിൽ നമുക്കത് ഫുൾ എമൗണ്ടും കൊടുക്കാവുന്നതാണ്. ഓക്കെ, $200 മുകളിലുണ്ടെങ്കിൽ അത് 25% മാത്രമേ നമുക്ക് ഇപ്പോൾ പേ ഔട്ട് റിക്വസ്റ്റ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും പേ ഔട്ട് റിക്വസ്റ്റ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഫിനാൻഷ്യൽ എടുത്തിട്ട് അതിൽ റിക്വസ്റ്റ് പേ ഔട്ട് റിലീസ് എന്ന് കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ സ്പെൻഡേബിൾ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും $118. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ട്രാൻസാക്ഷൻ ചാർജ് ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ ട്രാൻസാക്ഷൻ പാസ്വേഡിൻ്റെ ആവശ്യവുമില്ല ഇപ്പോൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ എൻ്റെ എമൗണ്ട് എന്ന ഭാഗത്ത് നിങ്ങൾ ഇതിലെത്ര എമൗണ്ട് അത് അടിക്കുക. അപ്പോൾ $200 താഴത്തായത് കൊണ്ട് ഞാൻ അത് $118 ഫുൾ എമൗണ്ടും കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ വാലറ്റിൽ ഇപ്പോൾ $5000 മുകളിലോ എത്ര ഉണ്ടെങ്കിൽ അതിൻ്റെ 25% കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ 25% എങ്ങനെ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഈ വാലറ്റിൽ ഇപ്പോൾ $4853 ഉണ്ടെങ്കിൽ അതിന് ജസ്റ്റ് എന്ത് ചെയ്യാം, 0.25 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ 25% നിങ്ങൾക്ക് അവിടെ കിട്ടും. ജസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ എത്ര ഉണ്ടോ അതിൻ്റെ 25% നിങ്ങൾക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം പിന്നെ ഇപ്പോൾ എമൗണ്ട് $118 ഞാൻ അടിച്ച് ഇതേപോലെ സെലക്ട് വാലറ്റ് എന്നുണ്ട്. ഈ നമ്മുടെ വാലറ്റ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. അവിടെ ഈ വാലറ്റിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, കോയിൻ വാലറ്റ് അല്ല, ഈ വാലറ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതുപോലെ എൻ്റർ പേയ്മെൻറ്റ് ടൈപ്പ് എന്ന് പറയുന്ന അവിടെ നിങ്ങൾ ലസാസ സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ലസാസ കോയിൻ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലസാസ കോയിൻ വാലറ്റിൽ പോയിട്ട് അതിലെ റിസീവിങ് അഡ്രസ്സ് കോപ്പി ചെയ്യണം. ഓക്കെ, അതിൽ ലസാസ കോയിൻ വാലറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് എന്ന് കാണാം. ആ റിക്വസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കവിടെ കോപ്പി എന്ന് കാണാം. അഡ്രസ്സ് കോപ്പി ചെയ്യാൻ പറഞ്ഞിട്ട് ആ കോപ്പി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കോപ്പിയുടെ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ BTC ബിറ്റ്സിൽ വീണ്ടും വരിക. അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ടേംസ് ആൻഡ് കണ്ടീഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും പേ ഔട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. പേ ഔട്ട് റിക്വസ്റ്റ് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ $118 ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് $200 താഴെയാണ് നമ്മുടെ ഡോളർ ഉള്ളെങ്കിൽ നമുക്കത് ഫുൾ എമൗണ്ടും കൊടുക്കാം. $200 മുകളിലാണെങ്കിൽ 25% മാത്രമേ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ കോയിൻ ലസാസ കോയിൻ ഏത് എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ആവുന്നതെന്ന് നമുക്കിതുവരെ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ കാത്തിരിപ്പിന് ഇപ്പോഴും അവസാനമായിട്ടില്ല. നമുക്ക് പേ ഔട്ട് കിട്ടി, കയ്യിൽ കാശ് കിട്ടിയാൽ തന്നെ നമുക്കത് കിട്ടിയെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ലസാസ കോയിൻ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആവുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. അതിനുശേഷം അതെങ്ങനെയാണ് നമ്മുടെ ബിറ്റ് കോയിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് കാശാക്കാന്നൊക്കെ നമുക്ക് ജസ്റ്റ് അതിനുശേഷം അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.